സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പ്രധാന ജലസേചന പദ്ധതി ഏതാണ്? 1ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പ്രധാനപ്പെട്ട ജലസേചന പദ്ധതി ഏത്? ഓപ്ഷൻ എ ആണ്, ബക്രാനങ്കൽ പദ്ധതിയാണ്. ബക്രാനങ്കൽ പദ്ധതി. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഓപ്ഷൻ ബി, സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 4A ആണ്. ഭാഗം 4A, മൗലിക കർത്തവ്യങ്ങൾ. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സാണ്. 35 വയസ്സ്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിം. ഓപ്ഷൻ ഡി, സിക്കിം. ഇന്ത്യൻ ഭരണഘടനയിൽ പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 18 ആണ്. ആർട്ടിക്കിൾ 18. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്ന ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതിയുടെ കർത്താവ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി ആര് എന്ന് കമന്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം ഇതാണ്. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതിയുടെ കർത്താവ് ദാദാഭായ് നവറോജിയാണ്. ശരിയാണ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. ശരിയാണ്. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ശരിയാണ്. മാംസ്യത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം ഇതിലേതാണ്? മാംസ്യത്തിന്റെ അപര്യാപ്തത രോഗം മരാസ്മസ് ആണ്. മാംസ്യത്തിന്റെ അപര്യാപ്തത രോഗം മരാസ്മസ്. ഫ്ലാവി വൈറസ് പരത്തുന്ന രോഗം ഇവയിലേതാണ്? ഫ്ലാവി വൈറസ് പരത്തുന്നത് ജപ്പാൻ ജ്വരം. ഫ്ലാവി വൈറസ് പരത്തുന്ന രോഗം ജപ്പാൻ ജ്വരം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എല്ലാ ദ്രവ്യരൂപങ്ങളെയും ചലിപ്പിക്കുന്നത് ഊർജമാണ്. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തിന് സ്ഥിതി ചെയ്യുവാൻ സ്ഥലം ആവശ്യമില്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 3 പ്രസ്താവനകളും ശരിയാണ്. എല്ലാ ദ്രവ്യരൂപങ്ങളെയും ചലിപ്പിക്കുന്നത് ഊർജമാണ്. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തിന് സ്ഥിതി ചെയ്യുവാൻ സ്ഥലം ആവശ്യമില്ല. ഏത് വർഷം നടന്ന സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്? ഏത് വർഷം നടന്ന സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്? 1897 അമരാവതി സമ്മേളനത്തിലാണ്. 1897 അമരാവതി സമ്മേളനം. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങളും അവയുടെ ഭാഷകളും സംബന്ധിച്ച് ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്തുക. ശരിയായിട്ടുള്ള ജോഡി. ഉത്തരം ഓപ്ഷൻ സി ആണ്. മിറാദ് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷയിലാണ്. ശരിയാണ്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ചതാണ് മിറാദ് ഉൽ അക്ബർ. പേർഷ്യൻ ഭാഷയിലാണ്. ശരി. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ 1 ഡിഗ്രി രേഖാംശം കറങ്ങി തീർക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ 1 ഡിഗ്രി രേഖാംശം കറങ്ങി തീർക്കുവാൻ എടുക്കുന്ന സമയം 4 മിനിറ്റാണ്. 4 മിനിറ്റ്.
സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയർന്നു നിൽക്കുന്നതും കുത്തനെയുള്ള ചരിവുകളുള്ളതുമായ ഭൂവിഭാഗങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയർന്നു നിൽക്കുന്നതും കുത്തനെയുള്ള ചരിവുകളുള്ളതുമായ ഭൂവിഭാഗങ്ങളാണ് പർവ്വതങ്ങൾ. ഹിമാലയ പർവ്വതനിരകൾ രൂപപ്പെട്ടത് ഏത് സമുദ്രം ഇല്ലാതായതിലൂടെയാണ്? ഹിമാലയ പർവ്വതനിരകൾ രൂപപ്പെട്ടത് ടെത്തീസ് സമുദ്രം ഇല്ലാതായതോടുകൂടിയാണ്. ടെത്തീസ്. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ചുരം ഏതാണ്? ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ചുരം ബനിഹാൽ ചുരമാണ്. ഓപ്ഷൻ ബി, ബനിഹാൽ ചുരം. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ കാണപ്പെടുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ കാണപ്പെടുന്നത് ഗ്ലോക്കോമയുടെ ലക്ഷണമാണ്. ഗ്ലോക്കോമ. ലോകത്തിലെ ഏക ഒഴുകി നടക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഏതാണ്? കേബിൾ ലംജാവോയാണ്. കേബിൾ ലംജാവോ. ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഭാരതരത്നം നേടിയ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് പാമ്പാടും ചോല നാഷണൽ പാർക്കാണ്. പാമ്പാടും ചോല നാഷണൽ പാർക്കാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? കുത്തനെയുള്ള ചരിവാണ്. കുത്തനെയുള്ള ചരിവ്. നികുതി, പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം അറിയപ്പെടുന്നത്? നികുതി, പൊതുചിലവ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം ധനനയം. ഓപ്ഷൻ ബി, ധനനയം. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത്? ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്കാണ്. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്? 100 ആണ്. 100 കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന ഭരണഘടനാ വകുപ്പ്? പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്നത് അനുച്ഛേദം 16 ആണ്. അനുച്ഛേദം 16. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? ഉണർവ്. ഓപ്ഷൻ ബി, ഉണർവ്. രാജ്യസഭയുടെ കാലാവധി എത്ര? രാജ്യസഭയുടെ കാലാവധി. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി. ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി. താഴെ തന്നിരിക്കുന്നതിൽ മടക്കു പർവ്വതനിരയ്ക്ക് ഉദാഹരണം? താഴെ തന്നിരിക്കുന്നതിൽ മടക്കു പർവ്വതനിരയ്ക്ക് ഉദാഹരണം? ഓപ്ഷൻ ഡി ആണ് ബി ആൻഡ് സി. അറ്റ്ലസ്, ആൽപ്സ്. അറ്റ്ലസ്, ആൽപ്സ് പർവ്വതനിരകൾ മടക്ക് പർവ്വതനിരയ്ക്ക് ഉദാഹരണങ്ങളാണ്. 100,000-ലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര്? ജനസംഖ്യയുള്ളത് നഗരമാണ്. നഗരം.
പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? 28(1) അനുച്ഛേദം 28(1). ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്കു നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അധീർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20-ന് അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് ആഹാരത്തിൽ നിന്നും പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. ഈ ഭാഗത്തിന്റെ പേര് എന്ത്? വില്ലസ്ലുകളാണ്. വില്ലസ്ലുകൾ. ഓപ്ഷൻ സി വില്ലസ്ലുകൾ. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നുമാണ്? സാമ്പത്തിക ആസൂത്രണം റഷ്യയാണ്. റഷ്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണം. ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണം കുറയുന്നു. ജനന സമയത്ത് 300-ഓളം ആണ് എല്ലുകൾ ഉണ്ടാവുക. പിന്നീട് അത് 206 ആകുന്നു. രാജസ്ഥാനിലെ ആരവല്ലി മലനിരകളിൽ ഉത്ഭവിക്കുന്ന നദി. രാജസ്ഥാനിലെ ആരവല്ലി മലനിരകളിൽ ഉത്ഭവിക്കുന്ന നദി ഏത്? സബർമതിയാണ്. സബർമതി. ഏത് മലനിരകളുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് നോക്രേക്ക്? ഏത് മലനിരകളുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് നോക്രേക്ക്? ഗാരോയാണ്. ഗാരോ കുന്നുകളുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് നോക്രേക്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്ലാസന്റയുടെ ധർമ്മങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജനും പോഷകങ്ങളും ഭ്രൂണത്തിന് എത്തിച്ചു കൊടുക്കുക, ഭ്രൂണത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുക, ഭ്രൂണത്തിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും വിസർജ്യ വസ്തുക്കളും പുറന്തള്ളുക. പ്ലാസന്റയുടെ ധർമ്മങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി. 1-മത്തെയും 3-മത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. 1, 3. മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം പശ്ചിമഘട്ടങ്ങളുടെ കിഴക്ക് വശമാണ്. പശ്ചിമഘട്ടങ്ങളുടെ കിഴക്ക് വശം. ആനയെ ദേശീയ പൈതൃക ജീവിയായി അംഗീകരിച്ചത് ഏത് വർഷമാണ്? ആനയെ ദേശീയ പൈതൃക ജീവിയായിട്ട് അംഗീകരിച്ച വർഷം 2010 ആണ്. 2010. അന്തരീക്ഷ വായുവിലെ നൈട്രജന്റെ അളവ് എത്ര ശതമാനമാണ്? അന്തരീക്ഷ വായുവിലെ നൈട്രജന്റെ അളവ് 78%. 78%. ഭൂമിയിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ ഉയരം വരെയാണ് ജലബാഷ്പത്തിന്റെ സാന്നിധ്യം കാണപ്പെടുന്നത്? ഭൂമിയിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ ഉയരം വരെയാണ് ജലബാഷ്പത്തിന്റെ സാന്നിധ്യം കാണപ്പെടുന്നത്? 90 കിലോമീറ്റർ ഉയരം വരെയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 90 കിലോമീറ്റർ. മഴവെള്ളത്തിന്റെ pH മൂല്യം എത്രയിൽ താഴുമ്പോഴാണ് അതിനെ അമ്ലമഴ എന്ന് കണക്കാക്കുന്നത്? മഴവെള്ളത്തിന്റെ pH മൂല്യം എത്രയിൽ താഴെയാകുമ്പോഴാണ് അതിനെ അമ്ലമഴ എന്ന് കണക്കാക്കുന്നത്?
അഞ്ചിൽ താഴുമ്പോഴാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അഞ്ചിൽ താഴുമ്പോൾ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്ന് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഒന്നും രണ്ടും ശരിയാണ്. ഒന്നും രണ്ടും ശരിയാണ്. താഴെ നൽകിയിട്ടുള്ള അന്തരീക്ഷ പാളികളെ ഭൂമിയിൽ നിന്നുള്ള ഉയരത്തിന്റെ ക്രമത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് ശരിയായി രേഖപ്പെടുത്തിയത് ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഏറ്റവും താഴെ ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്നത് ഏത് പാളിയിലാണ്? അന്തരീക്ഷത്തിലെ ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയർ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്നു. തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് ഹിന്ദുക്കുഷ് പർവ്വതനിര സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഉത്തര മഹാസമതലത്തിന് തെക്കു ഭാഗത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ത്രികോണാകൃതിയിലുള്ള ഭൂഭാഗമാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 150 മുതൽ 600 മീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം. ഉപദ്വീപീയ പീഠഭൂമി. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഒന്നും രണ്ടും ശരിയാണ്. ഒന്നും രണ്ടും ശരിയാണ്. ഉത്തര മഹാസമതലത്തിന് തെക്കു ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ത്രികോണാകൃതിയിലുള്ള ഭൂഭാഗമാണിത്. ഈ രണ്ട് പ്രസ്താവനകൾ ശരിയാണ്. ഏകദേശം ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമി. താഴെ പറയുന്നവയിൽ നാണ്യവിളകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? നാണ്യവിളകൾ. കരിമ്പ്, പുകയില, പരുത്തി. കരിമ്പ്, പുകയില, പരുത്തി. ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം? ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം ഭൗമശിലാപാളികളുടെ ചലനം. ഭൗമശിലാപാളികളുടെ ചലനം. കാഞ്ചൻജംഗ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. സിക്കിം. ഹെമീസ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഹെമീസ് ദേശീയോദ്യാനം ലഡാക്ക് ആണ്. ലഡാക്ക്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. കേംബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ ലോക്തക് തടാകത്തിലാണ്. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ലോക്തക് തടാകം. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്രസ്താവന 1, 2 എന്നിവ ശരിയാണ്. കേംബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ ലോക്തക് തടാകത്തിലാണ്. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ലോക്തക് തടാകം. അടുത്ത ചോദ്യം. പട്ടിക 1 അതിരുകൾ തന്നിരിക്കുന്നു. പട്ടിക 2 പ്രത്യേകതകൾ തന്നിരിക്കുന്നു. ശരിയായ കോഡ് തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. സംയോജക സീമ. എന്താണ് സംഭവിക്കുന്നത്? സംയോജക സീമ പ്ലേറ്റ്ലെറ്റുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു. വിയോജക സീമ പ്ലേറ്റ്ലെറ്റുകൾ പരസ്പരം അകന്നു പോകുന്നു. ഛേദക സീമ പ്ലേറ്റ്ലെറ്റുകൾ സമാന്തരമായി ഉരസി നീങ്ങുന്നു. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നിവ രചിച്ചത് ആര്? ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നിവ രചിച്ചത് അൽതാഫ് ഹുസൈൻ ഹാലിയാണ്. അൽതാഫ് ഹുസൈൻ ഹാലി. അബനീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് എവിടെ? അബനീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത്
കൊൽക്കത്തയിലാണ്, കൊൽക്കത്ത. കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ആര്? കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്, ബ്രിട്ടീഷുകാർ. കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാർ. കേരളത്തിലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഭ്രാന്താലയം എന്ന് കേരളത്തെ വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി, അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു നടത്തിയത് 1888. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷനാണ്. മലബാർ കുടിയായ്മ നിയമം 1929 നടപ്പിലാക്കിയത് ലോഗൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. ഓപ്ഷൻ സി രണ്ടും ശരി, രണ്ടും ശരി. 1764 ബക്സാർ യുദ്ധത്തിൽ വിജയിച്ചത് ആര്? 1764 ബക്സാർ യുദ്ധത്തിൽ വിജയിച്ചത് ബ്രിട്ടീഷുകാരാണ്, ബ്രിട്ടീഷുകാർ. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് പ്രഭുവാണ്, കോൺവാലിസ് പ്രഭു. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 എന്ത് ദിവസമായിട്ട് ആചരിക്കുന്നു? നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ്, ജൻജാതീയ ഗൗരവ് ദിവസ്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച നോവൽ? ആരണ്യർ അധികാർ. രചിച്ചത് മഹാശ്വേതാദേവി, ആരണ്യർ അധികാർ. ബിർസ മുണ്ടയെ സംബന്ധിച്ച പ്രസ്താവനകൾ ഏതെല്ലാം? അദ്ദേഹത്തിന്റെ ജന്മദിനം ജൻജാതീയ ഗൗരവ് ദിവസമായി ആചരിക്കുന്നു. ആരണ്യർ അധികാർ എന്ന നോവൽ അദ്ദേഹത്തെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ചതാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ഏക ഗോത്ര നേതാവാണ് അദ്ദേഹം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3 പ്രസ്താവനകളും ശരിയാണ്. ദീനബന്ധുമിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന കൃതിയുടെ സാഹിത്യ രൂപം? നീൽ ദർപ്പൺ ഏത് തരത്തിലുള്ള കൃതിയാണ്? നാടകമാണ്, നാടകം. നീൽ ദർപ്പൺ നാടകമാണ്. താഴെ പറയുന്നവരിൽ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് പഠനം നടത്തിയ പ്രമുഖർ ആരെല്ലാം? ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് പഠനം നടത്തിയവർ ആരെല്ലാം? ദാദാബായ് നവറോജി, ആർ സി ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ. ദാദാബായ് നവറോജി, ആർ സി ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ. രാജാറാം മോഹൻ റോയുടെ ജന്മസ്ഥലം? രാജാറാം മോഹൻ റോയുടെ ജന്മസ്ഥലം ബംഗാൾ. മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാണ്? മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം 51A. അനുച്ഛേദം 51A. മഗ്ന കാട്ടയുടെ സ്വാധീനത്താൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട അവകാശ രേഖകൾ ഏതെല്ലാം? മഗ്ന കാട്ടയുടെ സ്വാധീനത്താൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട അവകാശ രേഖകളാണ് ബിൽ ഓഫ് റൈറ്റ്സ്, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്നിവ. ബിൽ ഓഫ് റൈറ്റ്സ്, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്നിവ. സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതെല്ലാം? സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത് 14 മുതൽ 18 വരെയുള്ള അനുച്ഛേദങ്ങളാണ്. 14 മുതൽ 18 വരെ. തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഏതാണ്? പ്രോഹിബിഷൻ ആണ്. ഓപ്ഷൻ എ പ്രോഹിബിഷൻ. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക മണ്ണ് ദിനം ഡിസംബർ 5. ലോക മണ്ണ് ദിനം ഡിസംബർ 5. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ്, പാർലമെന്റ്. കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവായി പ്രഖ്യാപിച്ച ബാക്ടീരിയ? കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണു ബാസിലസ് സബ്റ്റിലിസ് ആണ്. ബാസിലസ് സബ്റ്റിലിസ് എന്നത് ബാക്ടീരിയയാണ്. 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്, മഹാരാഷ്ട്ര. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക്?
2023 കേരള ശാസ്ത്ര പുരസ്കാരം എസ് സോമനാഥിനാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2025 ലോക പരിസ്ഥിതി ദിനം ആതിഥേയത്വം വഹിച്ചത് റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രധാന പ്രമേയം വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. 150 വർഷങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശാണ്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 52ാമത് G7 ഉച്ചകോടി ഫ്രാൻസ്. കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ മുഖ്യാതിഥി. സുനിത വില്യംസ്. 2025 ചൈനയെ മറികടന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് മാറിയത് ഇന്ത്യ. യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസിയായ യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യം ബൾഗേറിയ. യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസിയായ യൂറോ ഔദ്യോഗികമായിട്ട് സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യമാണ് ബൾഗേറിയ. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാജൻ ഗുരുക്കൾ. ഓപ്ഷൻ ബി രാജൻ ഗുരുക്കൾ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ നടൻ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2026 ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യ. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി. 2026 നാറ്റോ ഉച്ചകോടി അങ്കാറയാണ്. തുർക്കിയിലെ അങ്കാറ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ്. ആലപ്പുഴയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. 2026 ജനുവരി മുതൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. ലോസ് ഏഞ്ചൽസിലെ ഓസ്കർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരി 12 പ്രദർശിപ്പിച്ച മലയാള സിനിമ ബ്രഹ്മയുഗം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കുന്നു. അക്ഷരോന്നതി. ഓപ്ഷൻ എ ആണ് ഉത്തരം. അക്ഷരോന്നതി. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ജീവനോടെയുണ്ടോ എന്ന് കണ്ടെത്താൻ ആർ യു ഡെഡ് ആപ്പ് പുറത്തിറക്കിയ രാജ്യം. ആർ യു ഡെഡ് എന്ന ആപ്പ് പുറത്തിറക്കിയത് ചൈന. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ആറളം. ഓപ്ഷൻ എ ആറളം. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് KG ശങ്കരപ്പിള്ളയാണ്. KG ശങ്കരപ്പിള്ള. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം നെഗറ്റീവ്. ജലത്തിന്റെ സാന്ദ്രത 1000 kg/m³. അവസാനത്തെ ചോദ്യമാണ് അടുത്തത്. ഓക്സിജന്റെ ഐസോട്ടോപ്പ് ഏത്? ഓപ്ഷൻ ഡി ആണ് ഇവ എല്ലാം. 16, 17, 18 എല്ലാം ഓക്സിജന്റെ ഐസോട്ടോപ്പാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.